ാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സുരേഷ് ഗോപിക്ക് BJP ജില്ലാ നേതൃത്വം നൽകിയ വൻ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ കാണുന്നത് ജില്ലാ കളക്ടറുടെ ചേംബറിന്റെ ദൃശ്യങ്ങളാണ്. സുരേഷ് ഗോപി അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുകയാണ്. അല്പസമയത്തിനകം സുരേഷ് ഗോപി ആ ചേംബറിലേക്ക് കടന്നിരിക്കുന്നു. BJPയുടെ ജില്ലാ നേതാക്കൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ BJPയുടെ അഭിമാന വിജയമായി തൃശ്ശൂരിൽ മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി എത്തും എന്നുള്ള പ്രതീക്ഷകൾ ഉയർന്നു കഴിഞ്ഞു. അദ്ദേഹം ജില്ലാ കളക്ടറെ കാണുകയാണ്. കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ സുരേഷ് ഗോപി എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജിയുടെ വിവരങ്ങളുമായി. സൂരജ് പറയൂ. സുബീഷ്, എന്തായാലും BJPയെ സംബന്ധിച്ച അഭിമാന നേട്ടം ആഘോഷമാക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ ചേംബറിനകത്തേക്ക് സുരേഷ് ഗോപി കയറിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിന്ന് ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ചുള്ള ഒരു സാക്ഷ്യപത്രം, ആ സാക്ഷ്യപത്രം വാങ്ങുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി നേരിട്ട് ഇപ്പോൾ ഈ കളക്ടറുടെ ചേംബറിൽ എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ ചേംബറിൽ നിന്ന് പുറത്തിറങ്ങുന്ന സുരേഷ് ഗോപിയെ കാത്തു നിൽക്കുന്നത് നിരവധി പ്രവർത്തകരാണ്. നൂറുകണക്കിന് പ്രവർത്തകർ ഇതിനോടകം തന്നെ ഈ കളക്ടറേറ്റ് മുന്നിൽ തന്നെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ മണിക്കൂറുകളായി, അതായത് 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ റോഡ് ഷോയാണ്. ആ റോഡ് ഷോ ഇപ്പോഴും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ വരുന്ന വഴിയിലെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ പരിപാടികളിൽ വലിയ മാറ്റം വന്നു. ഇതോടുകൂടി ഈ റോഡ് ഷോ അടക്കം വൈകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ അതോടുകൂടി തന്നെ സൂരജ്, സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ചുള്ള സാക്ഷ്യപത്രം ജില്ലാ കളക്ടറിൽ നിന്ന് സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തൃശ്ശൂരിലെ ജില്ലാ കളക്ടറേറ്റിൽ എത്തി അദ്ദേഹം ജില്ലാ കളക്ടറിൽ നിന്ന് ആ സാക്ഷ്യപത്രം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കളക്ടറുടെ ചേംബറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂരജ് പറഞ്ഞോളൂ. സുബീഷ്, എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ജില്ലാ കളക്ടറേറ്റിനകത്ത് നിന്ന് സാക്ഷ്യപത്രം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ചേംബറിന് പുറത്തേക്ക് സുരേഷ് ഗോപി എത്തും. അതിനുശേഷമായിരിക്കും ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഈ ചേംബറിന് പുറത്തും ദൃശ്യങ്ങളിൽ കാണുന്നതിനപ്പുറം ഈ ചേംബറിന് പുറത്തു പോലും നിരവധി പേർ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കളക്ടറേറ്റിലെ ജീവനക്കാരടക്കം സുരേഷ് ഗോപി പുറത്തിറങ്ങുന്നത് കാത്തു നിൽക്കുകയാണ്. വലിയൊരു പ്രവർത്തക പ്രവാഹം അത് ഈ കളക്ടറേറ്റ് മുന്നിൽ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവരെ എല്ലാവരെയും, അതായത് BJPയുടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അവരെ എല്ലാവരെയും മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് സുഗമമായി കളക്ടറേറ്റിനകത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അത്രയും വലിയ തിരക്കാണ് ഈ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ പോലും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്ന് പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഈ സുരേഷ് ഗോപിക്ക് ഈ കളക്ടർ ചേംബറിലേക്ക് എത്തുന്നതിന് പോലും വഴിയൊരുക്കിയത്. ഇപ്പോൾ സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. ഇപ്പോൾ കളക്ടറുടെ കയ്യിൽ നിന്ന് സാക്ഷ്യപത്രം വാങ്ങിക്കൊണ്ട് സുരേഷ് ഗോപി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം, അതായത് വലിയ പ്രവർത്തക പ്രവാഹം, നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ ഈ കളക്ടറേറ്റ് മുന്നിൽ കാത്തു നിൽക്കുന്നു. അവിടെ നിന്ന് വാഹനത്തിൽ റോഡ് ഷോ ആയിക്കൊണ്ടായിരിക്കും സുരേഷ് ഗോപി നടുവിലാലിലേക്ക് എത്തുക. നടുവിലാലിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് പിന്നീട് കാൽനടയായി കൊണ്ടെന്നുള്ളതാണ് ആലോചിച്ചിട്ട് അതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും കാൽനട ആയിക്കൊണ്ട് തന്നെ സ്വരാജ് റൗണ്ടിലൂടെ സുരേഷ് ഗോപി നടന്നു നീങ്ങും എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപിക്ക് ഈ വിജയത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം സമ്മാനിച്ചിട്ടുള്ളത് തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലം തന്നെ ഹൃദയത്തോട് ചേർത്തു എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത്. വലിയ ഭൂരിപക്ഷം ഈ തൃശ്ശൂർ നഗര മണ്ഡലത്തിൽ അതിൽ സുരേഷ് ഗോപിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് സ്വരാജ് റൗണ്ടിൽ അടക്കം കാൽനട നീങ്ങുക, അതായത് ഈ അവിടെയുള്ള നഗരത്തിലുള്ള ആളുകളെ മുഴുവൻ ഈ വിജയത്തിന്റെ ഭാഗമായി ഹൃദയത്തോട് ചേർക്കുക എന്നൊരു ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ 7 മണ്ഡലങ്ങളിലും, അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള 7 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയുടെ റോഡ് ഷോ ഉണ്ടാകും. അത്തരത്തിൽ വലിയ ആസൂത്രണം, അതായത് BJPയെ സംബന്ധിച്ച് തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കുന്നു, കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വിജയം ആഘോഷിക്കേണ്ടതാണ്. അത് തൃശ്ശൂരിൽ വലിയ ഒരു ഉത്സവ പ്രതീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് 25,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ പ്രകടനം, വലിയ റോഡ് ഷോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ അകമ്പടിയോടുകൂടി ഈ 7 മണ്ഡലത്തിനകത്ത് തന്നെ ഇന്ന് തന്നെ സുരേഷ് ഗോപിയെ എത്തിക്കുക എന്നൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് ജില്ലാ കളക്ടറിന് മുന്നിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ എത്തിയത് വലിയ പ്രവർത്തക പ്രവാഹമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രവർത്തകർ സുരേഷ് ഗോപിയെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് നടുവിലേക്കാണ് സുരേഷ് ഗോപി വന്നിറങ്ങുന്നത്. അവിടെ MT രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. അവർ
സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്നു. പക്ഷെ സ്വീകരിച്ചിട്ട് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം അത് കളക്ടറേറ്റ് മുന്നിൽ ഉണ്ടായി. അത് സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല, ഈ കളക്ടറേറ്റ് ജീവനക്കാർ ഉൾപ്പെടെ സുരേഷ് ഗോപി വരുന്ന അറിഞ്ഞ് അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് ഇടപെട്ടില്ല. പക്ഷെ പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് വഴിയൊരുക്കിയതിനു ശേഷം മാത്രമാണ് ഈ ജില്ലാ കളക്ടറുടെ വരണാധികാരി കൂടി ജില്ലാ കളക്ടറുടെ ചേംബറിലേക്ക് എത്താൻ സാധിച്ചത്. അങ്ങനെ അവിടെ എത്തി വിജയം സംബന്ധിച്ചിട്ടുള്ള സാക്ഷ്യപത്രം വാങ്ങിയതിനു ശേഷം ഇപ്പോൾ സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സുരേഷ് ഗോപി കളക്ടറേറ്റ് പുറത്തേക്ക് എത്തും. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ എത്തിയതിനു ശേഷം സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്ത് എന്നത് സംബന്ധിച്ച മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാ ക്യാമറ കണ്ണുകളും സുരേഷ് ഗോപിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് എത്തും. തൃശ്ശൂരിൽ വിജയത്തിന് ശേഷം സുരേഷ് ഗോപി എത്തിയതിനു ശേഷം എന്തായിരിക്കും ആദ്യ പ്രതികരണം എന്നത് കാതോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൃശ്ശൂരിൽ എത്തിയതിനു ശേഷം ആദ്യ പ്രതികരണം, സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം എന്ത് എന്നത് സംബന്ധിച്ച് വലിയ ആകാംക്ഷയുണ്ട് തൃശ്ശൂരുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം, അതായത് ഈ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം പോലും സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നില്ല. പകരം തിരുവനന്തപുരത്ത് തന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ ഫലം കാണുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് അന്ന് സുരേഷ് ഗോപിയുമായി സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരുന്ന തന്റെ മാത്രം ഫലം അറിയുക എന്നുള്ളതല്ല, രാജ്യത്ത് എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് തനിക്ക് വീട്ടിലിരുന്ന് സുഗമമായി കാണണം, അതിനുവേണ്ടിയാണ് താൻ വീട്ടിലിരിക്കുന്നത്, അതുകൊണ്ട് തൃശ്ശൂരിലേക്ക് വരുന്നില്ല, ഫലം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് തൃശ്ശൂരിലേക്ക് എത്തുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതിനുശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. തൃശ്ശൂരിലേക്ക് എത്തിയ സമയം മുതൽ, അത് കളക്ടറേറ്റിലേക്ക് കാലുകുത്തിയ സമയം മുതൽ ഇവിടെ ഒരു ആഘോഷത്തിന്റെ പ്രതീതിയിലേക്ക് BJP പ്രവർത്തകർ കടന്നിരിക്കുന്നു. പക്ഷെ അപ്പോഴും സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം എന്തായിരിക്കും എന്ന് കാതോർത്ത് നിൽക്കുന്ന നിരവധി പേരുണ്ട്. അല്പസമയത്തിനകം, അതായത് കളക്ടർ ചേംബറിൽ നിന്ന് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം നമ്മുടെ ക്യാമറ കണ്ണിലേക്ക് ആദ്യ പ്രതികരണവുമായി സുരേഷ് ഗോപി എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഏതായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇന്ന് തൃശ്ശൂരിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിൽ എത്തി അദ്ദേഹം കളക്ടറുടെ ചേംബറിൽ എത്തി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള വിജയത്തെക്കുറിച്ചുള്ള സാക്ഷ്യപത്രം വാങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്. 24 ക്യാമറയിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ ഇടവേള.